ഹലോ എവരിവൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്ലിയോട്രോപ്പിയാണ് അല്ലേ? എന്താ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീനിന് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുക. ഈ ആക്ച്വലി പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഈ പ്ലിയോട്രോപ്പിയുടെ നേരെ കോൺവേഴ്സ് ആണ്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാ? ഒരു ക്യാരക്ടർ മൾട്ടിപ്പിൾ ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയാ. അതായത് ഒരു ക്യാരക്ടർ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെനി ജീൻസ് ആണ്. ജീൻ 1, ജീൻ 2, ജീൻ 3. ഇപ്പൊ ഈ 3 ജീനുകളാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. എന്താണ്? ഒരു ക്യാരക്ടർ മൾട്ടിപ്പിൾ ജീൻസ് ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അതായത് മൾട്ടിപ്പിൾ ജീൻസ് ടുഗദർ കൺട്രോൾ എ സിംഗിൾ ട്രേറ്റ്. അതിനെയാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാ. അപ്പം എന്താണ് പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാല്? ഒരു ജീനിന് മൾട്ടിപ്പിൾ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. അതിന്റെ നേരെ കോൺവേഴ്സ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഒരു ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മൾട്ടിപ്പിൾ ജീൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അപ്പോ നമ്മളോട് മെന്റല് പറയുന്ന ലോ അനുസരിച്ച് ഒരു ഡോമിനൻസിന്റെ ഒരു ലോ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. ഉണ്ടാവുന്ന എല്ലാ കുട്ടികളും, അതായത് ഫസ്റ്റ് F1 ജനറേഷനിൽ കിട്ടിയ എല്ലാ ആൾക്കാരും എന്തായിരുന്നു? ടോള് മാത്രമായിരുന്നു അല്ലെ? പക്ഷെ നമ്മൾ ഒരു മനുഷ്യന്മാരുടെ ഹൈറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ടോൾ ആയിട്ടുള്ള ആള്, ബാക്കി എല്ലാവരും ഡോർഫ് ആയിട്ടുള്ള, 2 സെഗ്മെന്റിൽ പെടുന്ന ഹൈറ്റ് മാത്രമാണോ ഉള്ളത്? ഇല്ല, ഒരു വലിയ സ്പെക്ട്രം ഓഫ് ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഒരു ഹൈറ്റ് കുറവുള്ള ആൾക്കാർ തൊട്ട് ഭയങ്കര ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ വരെ ഒരു സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് റേഞ്ചസ് ഓഫ് ആൾക്കാരുടെ ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മെന്റല് പറയുന്ന അത്രയും സിമ്പിൾ അല്ല ശരിക്കും ആക്ച്വലി നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ പലപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ്. നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ജീന് മാത്രം കൺട്രോൾ ചെയ്യുന്നതല്ല, 170-ലധികം ജീൻസ് കൺട്രോൾ ചെയ്തിട്ടാണ് ഒരാളുടെ ഹൈറ്റ് എന്താ എന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന വേറൊരു എക്സാമ്പിൾ ആണ് സ്കിൻ കളർ. സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് 3 ജീൻസ് ആണ്. ഓക്കെ, 3 ജീൻസ് ആണ് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എ ജീന്, ബി ജീന് ആൻഡ് സി ജീൻസ്. അപ്പൊ സ്കിൻ കളർ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ 3 ജീൻസ്, എ, ബി, സി. ഇനി ഈ എ ജീനിന്റെ അകത്ത് 2 അല്ലീൽസ് ആണുള്ളത്. ക്യാപിറ്റൽ എ ഉണ്ടാവാം, സ്മോൾ എ ഉണ്ടാവാം. ബി ജീനിന്റെ അകത്ത് ക്യാപിറ്റൽ ബി ഉണ്ടാവാം, സ്മോൾ ബി ഉണ്ടാവാം. ആൻഡ് സി ജീനിന്റെ അകത്ത് ക്യാപിറ്റൽ സി ഉണ്ടാവാം, സ്മോൾ സിയും ഉണ്ടാവാം. അപ്പൊ ഞാൻ ഒരാൾ എടുക്കുകയാണ്, അയാളുടെ എ ജീനില് ക്യാപിറ്റൽ എ അല്ലീൽസ് ആണ് വന്നത്. ബി ജീനില് ക്യാപിറ്റൽ ബി ആണ് വന്നത്. സി ജീനില് ക്യാപിറ്റൽ സി ആണ് വന്നത് എങ്കിൽ ഈ ഇൻഡിവിജ്വലിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഒരാളെടുക്കാണ്. അയാളെ എല്ലാം റെസസീവ് ആണ് വരുന്നത്. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. അയാള് വൈറ്റ് ആയിരിക്കും അയാളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റേണേഴ്സിന്റെ ഒക്കെ പോലെ വൈറ്റ് സ്കിൻ കോംപ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നോക്ക്, ഇനി ഞാൻ ഒരു ക്യാപിറ്റൽ എ അതിന്റെ കൂടെ ഒരു റെസസീവ് വരികയാണ്. ഒരു ഡോമിനന്റും ഒരു റെസസീവും, ഒരു ഡോമിനന്റും ഒരു റെസസീവും. ഇങ്ങനെ 3 ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ എടുത്തു. അവരുടെ ഒരു സ്കിൻ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് ഡാർക്കിന്റെയും വൈറ്റിന്റെയും ഇടയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്റർമീഡിയറ്റ് സ്കിൻ കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ അയാള്
ഡാർക്ക് ആയിരിക്കും, പക്ഷേ ഡാർക്ക്നെസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും, കുറച്ചും കൂടെ ഒരു ലൈറ്റ് ടോണിലേക്ക് വന്നൊരു ഡാർക്ക്നെസ് ആയിരിക്കും. ശരിയല്ലേ? അപ്പം ഒരുപാട് ടൈപ്പ് ജീനോ ടൈപ്പും ഫീനോ ടൈപ്പും ഇവിടെ പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്ക്, ഓരോരോ ടൈപ്പ് ജീനോ ടൈപ്പിനനുസരിച്ച് സ്കിന്നിന്റെ കളറിന്റെ കോംപ്ലക്ഷൻ മാറി മാറി വരുന്നില്ലേ? അപ്പം ഈ ടൈപ്പ് ഇതുപോലത്തെ ഒരുപാട് ലെവൽ ഓഫ് സ്കിൻ കളർ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആണ്. അല്ലാതെ പീ പ്ലാന്റിൽ കാണുന്നത് പോലെ ടോൾ പ്ലാന്റ്, ഡോർഫ് പ്ലാന്റ്, അതിന്റെ ഇടയിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആണ്. അതായത് ചെറിയ ആൾ തൊട്ട് വലിയ ഹൈറ്റ് കൂടിയ ആൾക്കാർ വരെയുള്ള ഒരുപാട് റേഞ്ചസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഈ 170 ജീൻസ് മാറി മാറി വരുന്നതിനനുസരിച്ച് ഇതിന്റെ ഇടയിൽ ഒരുപാട് ടൈപ്പ് ഫീനോ ടൈപ്പുകൾ ഉണ്ട്. അതുപോലെ തന്നെ സ്കിൻ കളേഴ്സും ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെറിയ ചെറിയ മാറ്റം വരുന്നതിനനുസരിച്ച് ഫീനോടൈപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ ഫീനോടൈപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് സ്കിൻ കളർ അതുപോലെ ഹൈറ്റ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ സ്കിൻ കളർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ സ്കിൻ കളർ ഡിഫറെന്റ് ടൈപ്പ് സ്കിൻ കളർ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സ്കിൻ കളർ എന്ന് പറയുന്നത്. ഇനി എല്ലാം റെസസീവ് ആണെങ്കിൽ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഈ പറയുന്ന ആളായിരിക്കും സ്കിൻ കളർ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ലൈറ്റ് ടോൺ ആയിരിക്കും. ഇനി അല്ലാത്ത ഒരുപാട് വേരിയേഷൻ ഉണ്ട് അല്ലെ? ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആളും ഡാർക്ക് തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ചും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിരിക്കും. അപ്പം ഇതുപോലെ നമുക്ക് ഡിഫറെന്റ് ഫീനോടൈപ്സ് നമുക്ക് കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7 ഡിഫറെന്റ് ഫീനോടൈപ്സ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് എന്ത് ക്യാരക്ടറാണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ജീനിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ അതിന്റെ ഫീനോടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് സ്കിൻ കളർ നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചു. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2ഓ അതിലധികമോ ജീൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അതിനുള്ള എക്സാമ്പിൾ ആണ് സ്കിൻ കളർ, ഹൈറ്റ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഹൈറ്റിൽ 170-ലധികം ജീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസ് കാണിക്കുമ്പോൾ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുക. വലിയ സ്പെക്ട്രം ഓഫ് ഫീനോടൈപ്പുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ഹൈറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആണ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.